അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക്, അറബി മാസത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത വർഷത്തിലേക്ക് മുഹറം മാസം ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ മുഹറം മാസത്തിൽ പ്രത്യേകമായിട്ട് ഒന്നാമത്തെ ദിവസം തന്നെ, മുഹറം 1 തന്നെ പ്രത്യേകമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 113 തവണ ബിസ്മി എഴുതി വെക്കുക എന്നുള്ളത്. ഇത് എഴുതി വെച്ചതുകൊണ്ട് എന്താണ് ഗുണം? കഴിഞ്ഞ വർഷങ്ങളിൽ, അതിനു മുമ്പുള്ള വർഷങ്ങളിലൊക്കെ എഴുതി വെക്കാൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഴുതി വെച്ചവർ അതിൻ്റെ ഒരു റിസൾട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാനും പരീക്ഷിച്ച് നോക്കിയാൽ, പരീക്ഷണം എന്ന രീതിയിലല്ല നോക്കേണ്ടത്, മറിച്ച് ഒരു ബർക്കത്തിന് വേണ്ടി എന്നുള്ള രീതിയിൽ തന്നെ എഴുതി വെക്കുക. അപ്പോൾ ഇത് ചെയ്യേണ്ടത്, നമ്മളൊരു വെള്ള കടലാസ് എടുക്കണം. ഇത് ചെയ്യേണ്ട ദിവസം മുഹറം 1 കേട്ടോ. അത് രാത്രിയാകട്ടെ അതല്ലെങ്കിൽ പകലാകട്ടെ. ഈ രാത്രിയോ അല്ലെങ്കിൽ പകലിലോ ഒരു A4 ഷീറ്റ് എടുത്ത ശേഷം അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതണം. പക്ഷേ നമ്മൾ എഴുതുന്ന കൂട്ടിയെഴുത്ത് രൂപത്തിലല്ല, മറിച്ച് ഓരോ അക്ഷരങ്ങൾ ബാ, സീന്, മീമ്, അലിഫ്, ലാമ്, ഹാ, അലിഫ്, ലാമ്, റാ, ഹ, മീമ്, നൂന്, അലിഫ്, ലാമ്, റാ, ഹ, യാ, മീമ്, ഇങ്ങനെ 19 അക്ഷരം വരുന്ന രീതിയിൽ, അതും ഷദ്ദോ ഹറക്കത്തോ ഒന്നും കൊടുക്കണ്ട. ഷദ്ദും വേണ്ട, ഹറക്കത്തും വേണ്ട, കൂട്ടി എഴുതാനും പാടില്ല. ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ഈ ബിസ്മി വെള്ള പേപ്പറിൽ എഴുതുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതും കൂടെ പറയണം. ഒന്നാമത്തത്, അംഗശുദ്ധി വരുത്തിയിരിക്കണം. അതായത് വുളു എടുത്തുകൊണ്ടായിരിക്കണം ബിസ്മി എഴുതുന്നത്. അതുപോലെ തന്നെ കിബിലക്ക് മുന്നിട്ട് കൊണ്ടായിരിക്കണം, കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ ബിസ്മിയുടെ എഴുത്ത്. അതുപോലെ തന്നെ എഴുതുന്നതിന് മുമ്പ് നല്ല നിയ്യത്ത് ചെയ്യുക, മനസ്സുകൊണ്ട് നല്ല കാര്യങ്ങൾ നിയ്യത്ത് ചെയ്യുക. അതുപോലെ തന്നെ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് തുടങ്ങൽ ഒന്നുകൂടെ നന്നായിരിക്കും. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം എഴുതാൻ തുടങ്ങാം. അതുപോലെ തന്നെ എഴുതുന്ന മഷി കറുപ്പ് മഷിയുള്ളതാകാൻ ശ്രദ്ധിക്കുക. പരമാവധി കറുപ്പ് മഷി കൊണ്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 313 ബിസ്മി എഴുതി തീരുവോളം ആരോടും സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. അതുപോലെ തന്നെ അസറിന് ശേഷം എഴുതാതിരിക്കൽ നല്ലതാണ്. എഴുതുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, ഒന്നുകൂടെ രാവിലെ തന്നെ അല്ലെങ്കിൽ രാത്രി തന്നെ എഴുതി വെക്കലായിരിക്കും കുറച്ചുകൂടെ നല്ലത്. രാത്രിയോ അല്ലെങ്കിൽ പകലോ ആയിട്ട് എഴുതാം. അതുപോലെ ബിസ്മി എഴുതുമ്പോൾ എഴുതുന്ന അക്ഷരങ്ങൾ ഹറക്കത്ത് ഇടാതിരിക്കൽ, അത് ശ്രദ്ധിക്കണം. അതുപോലെ അക്ഷരങ്ങൾ മായാതെ നോക്കുക. അപ്പോൾ പെൻസിൽ കൊണ്ടൊന്നും എഴുതരുത് എന്നർത്ഥം. അതുപോലെ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് കൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ എഴുതിയത് ഇരുമ്പ് സ്പർശിക്കാതിരിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇരുമ്പുള്ള സാധനത്തുമ്പോൾ തട്ടാതിരിക്കാൻ. അതുപോലെ തന്നെ സൂര്യനെ കാണിക്കാതിരിക്കലും നല്ലതാണ്. അതുപോലെ എഴുതിയ ബിസ്മി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാതിരിക്കലും നല്ലതാണ്. എഴുതിണ്ടാക്കിയ ബിസ്മി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാതിരിക്കുക. അതുപോലെ ബിസ്മി എഴുതുമ്പോൾ അത് മൊഴിയാതിരിക്കുക, മനസ്സിലായില്ലേ? ചൊല്ലാതിരിക്കുക, അത് നല്ലതാണ്. എഴുതുമ്പോൾ എന്ത് ചെയ്യരുത്? ബിസ്മി ചൊല്ലരുത് എന്നർത്ഥം. ഇനി പരീക്ഷിച്ച് നോക്കാം എന്ന ഉദ്ദേശം ഇല്ലാതിരിക്കൽ. നമ്മൾ ഇത് ബർക്കത്തുണ്ടാകുമോ അല്ലെങ്കിൽ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമോ എന്നൊക്കെ ഇത് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള നിയ്യത്തോടു കൂടെ ചെയ്യാതിരിക്കാം. മറ്റൊന്ന്, വൃത്തിയുള്ള പരിസരത്ത് വെച്ച് എഴുതുക. കാരണം ബിസ്മിയാണ്, ഖുർആനിലെ ഫാത്തിഹയിലെ ഒരു ആയത്തും കൂടെയാണ്. അപ്പോൾ അത് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ എഴുതാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഏത് രൂപത്തിൽ എഴുതാം കേട്ടോ. താഴെ ഈ പറഞ്ഞതുപോലെ ഓരോ അക്ഷരങ്ങളായിട്ട്, അതായത് നീളത്തിലായിട്ട് 19 അക്ഷരങ്ങളും താഴെ ഇങ്ങനെ എഴുതുന്ന രീതിയിൽ എഴുതാം. ഇനി കൂട്ടി വേണമെങ്കിൽ അങ്ങനെയും എഴുതാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വലിയ അക്ഷരത്തിൽ എഴുതാൻ നിൽക്കരുതേ. പരമാവധി ചുരുക്കി ചെറിയൊരു രൂപത്തിൽ എഴുതിയാൽ മതി. കാരണം വലുതാക്കി എഴുതിയാൽ പിന്നെ അത് തീർക്കാൻ 113 ബിസ്മിയല്ലേ ഉള്ളത്, അത് എഴുതി തീർക്കാൻ ചിലപ്പോൾ ആ പേപ്പർ തികയില്ല എന്ന് വന്നേക്കാം. ഒരു പേപ്പറിൽ തന്നെ നമ്മൾ എഴുതി തീർക്കണം, അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പരമാവധി നല്ല ക്വാളിറ്റിയുള്ള A4 പോലെ നല്ല ക്വാളിറ്റിയുള്ള പേപ്പറിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ചിലപ്പോൾ വെള്ളം തട്ടിയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്ന് കേടുവരുന്ന പേപ്പർ ആവാതിരിക്കുക. അത് മടക്കിയിട്ട് നമുക്ക് പേഴ്സിലൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്.
പിന്നെ പ്രത്യേക ഒരു കാര്യം, എഴുതി വെച്ചത് ചിലപ്പോൾ കോപ്പി എടുക്കലുണ്ടാവും ചിലവർ. അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല. കോപ്പി എടുക്കാനൊന്നും പറ്റില്ല. നമ്മുടെ സ്വന്തം കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയതാവണം. ഇങ്ങനെ ഇപ്രകാരം എഴുതി വെക്കുക, 113 ബിസ്മി എഴുതി വെക്കൽ വലിയൊരു കാവലാണ്. അതുപോലെ തന്നെ ആരിഫ്യങ്ങളും ഔലിയാക്കളൊക്കെ പറഞ്ഞു തന്നൊരു സംഗതി കൂടിയാണ്. ബിസ്മിക്ക് നമുക്കറിയാം ധാരാളം മഹത്വങ്ങളുണ്ട്. അതിലൊന്നാപ്പം നമ്മളീ പറഞ്ഞത്. അപ്പോൾ എഴുതുന്ന സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞ ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നല്ല വൃത്തിയായി എഴുതുക. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലും മക്കളിലൊക്കെ ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ഇപ്രകാരം എഴുതിയ ശേഷം നമ്മൾ മടക്കി വെച്ച് നമ്മുടെ പോക്കറ്റിലോ ഇനി സ്ത്രീകളാണെങ്കിൽ അവരുടെ ബാഗിലോ സൂക്ഷിച്ചു വെക്കുക. അത് വെള്ളം നനയാത്ത രൂപത്തിൽ ഇനി എന്തെങ്കിലും കവർ കൊണ്ട് കെട്ടിയിട്ടോ അങ്ങനെയൊക്കെ ആക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ സൂക്ഷിച്ചു വെക്കുക, മടക്കി വെക്കണം കേട്ടോ പരമാവധി. ചെറുതായിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന പേഴ്സിലും വെക്കാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഒരു A4 മുഴുവനായിട്ട് എഴുതുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, മടക്കി വെച്ച് അതിൽ സൂക്ഷിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.